നമ്മളെ ഫാമിലി നമ്മളെ കാണാൻ വരണന്നേ. ഫാമിലി എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് നമ്മളെ പേരൻസ് നമ്മളെ കാണാൻ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. വെൽക്കം ടു ബ്രില്യന്റ് ടു കോഴിക്കോട്. ഞങ്ങൾ 251 എന്ന സ്ട്രെങ്ത്തിൽ ഓൾമോസ്റ്റ് 200 സ്റ്റുഡൻസ് ആണ് ബ്രില്യൻ്റ് ഉള്ളത്. കോഴിക്കോട് സെറമണി നമ്മൾ പാലയിൽ നിൽക്കുന്ന കാലം മുതലേ നമ്മൾ സ്വപ്നതുല്യമായി കാണുന്നൊരു ദിവസമായിരുന്നു. ഇത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ CMC നടത്തി തന്നു. देखो देखो जैसे मेरे इरादे वैसे कहा तेरे यहाँ थे. சத்தியமானி எனக்கு தேவையே இல்ல. 10 நாளா சரக்கடிச்ச போதையே இல்ல. உலகம் புரிஞ்சு ரோசர் മറന്നിടാത്ത കൊതികളാണൂർവകൾ കീനിടുന്നു നെഞ്ചിലാസ്വാദുകൾ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജാണ് ഇത്. ഇന്ത്യയിലെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ ആദ്യ 5-ൽ ഒന്നായി സ്ഥാനം പിടിച്ചിരിക്കുന്നതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജുമുണ്ട് എന്നതിൽ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. കേരളത്തിലെ 2ാമത്തെ മെഡിക്കൽ കോളേജായി 1957-ലാണ് ഇത് സ്ഥാപിതമായത്. അതിനുശേഷം ഈ സ്ഥാപനം സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി വളർന്നു. 270 ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന വിശാലമായ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ജനസംഖ്യയുടെ 40% പേർക്കും ഈ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും സേവനം നൽകുന്നു എന്നത് മറ്റൊരു പ്രധാന വസ്തുത. മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ കേരള റാങ്കുകളിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്ന വിദ്യാർത്ഥികൾ എയിംസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം മുൻഗണന നൽകുന്നത് കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന് തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2023-ലെ നീറ്റ് എൻട്രൻസ് എക്സാമിൽ കേരള റാങ്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആര്യ RS. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുകൊണ്ടാണ് തന്റെ MBBS സ്വപ്നത്തിനായി തയ്യാറെടുക്കുന്നത്. ആര്യ RSനൊപ്പം ബ്രില്യന്റിലെ ഞങ്ങളുടെ നിരവധി വിദ്യാർത്ഥികളുണ്ട്. 250 സീറ്റുകളുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 200-ലധികം സീറ്റുകളിലും ഇടം പിടിച്ചിരിക്കുന്നത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. എടാ ഇന്ന് ഫിസിയോളജി എക്സാം ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. ഇതിന്റെ എക്സൈറ്റ്മെന്റ് റീസൺ എന്താ? നമ്മളെ ഫാമിലി നമ്മളെ കാണാൻ വരണന്നേ. ഫാമിലി എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് നമ്മളെ പേരൻസ് നമ്മളെ കാണാൻ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. നമ്മളെ സ്വന്തം ബ്രില്യന്റ് ഫാമിലി നമ്മളെ കാണാൻ വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് ബ്രില്യന്റ് ഫാമിലി വരുന്നത്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്താ ബ്രില്യന്റ് വരാത്ത. ഒന്നും ഇങ്ങോട്ട് വന്നിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിനി. നമുക്കാണ് ആ ചാൻസ് കിട്ടിയേ.
ഓക്കെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മളെ ബാച്ചിന്റെ സ്ട്രെങ്ത് 251 ആണ്. ഇതിൽ ഓൾമോസ്റ്റ് 200 സ്റ്റുഡൻസ് നമ്മൾ ബ്രില്യൻ ഫാമിലിയിൽ നിന്നാണ് വന്നത്. ഇതിൽ ഏറ്റവും വലിയ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പലരെയും കണ്ടു പരിചയം, നമുക്ക് ഒരു അപരിചിതം ഫീൽ ചെയ്തിട്ടില്ലേ ഇവിടെ വന്നപ്പോ? കാരണം ഒന്നില്ലെങ്കിൽ ഹോസ്റ്റലിന്റെ പരിചയം, അല്ലെങ്കിൽ നമ്മളെ റാങ്ക് ലിസ്റ്റില്ലേ അതിലിങ്ങനെ കണ്ട മുഖങ്ങളെ ഒക്കെ ഇവിടെ മോസ്റ്റ്ലി ഉണ്ടായിരുന്നത്. എന്തായാലും കോഴിക്കോട് ആദ്യമായിട്ട് വരുന്ന ബ്രില്യൻ ഫാമിലിനെ നമ്മള് ഹാർട്ട്ലി വെൽക്കം ചെയ്യാണ്. വെൽക്കം ടു ബ്രില്യൻ ടു കോഴിക്കോട്. ഹലോ ഓൾ, ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മലയാളി നീറ്റ് ആസ്പിറൻസിൻ്റെ സ്വപ്ന ക്യാമ്പസായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തിരുമുറ്റത്താണ്. അവിടെ ഞങ്ങളിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ കണ്ടെത്തുകയാണ്. ഈ ക്യാമ്പസിൽ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അവരോടൊപ്പം ഞങ്ങൾ ചേരുകയാണ്. അപ്പോൾ സാറേ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കുട്ടികളും അതായത് നമ്മൾ കണ്ടിട്ടുള്ള മക്കളും മാത്രമാണ് ഇതിനകത്തുള്ളത്. 250-200 വിദ്യാർത്ഥികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബ്രില്യൻറ്റിൽ പഠിച്ചിട്ട് മാത്രം അഡ്മിഷൻ നേടിയിരിക്കുന്നത് ഈ വർഷം. അപ്പോൾ അവരോടൊത്തുള്ള യാത്ര ഇവിടെ തുടങ്ങിയാണ്. ഈ കാണുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടം. പ്രധാന കവാടം പിന്നിട്ട് ആദ്യം എത്തിച്ചേരുന്നത് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ മുന്നിലേക്കാണ്. ഇതാണ് IMCH, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ഇവിടെ പ്രഗ്നന്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ അപ് ടു 12 നോക്കുന്നത് ഇവിടെയാണ്. തൊട്ടടുത്തായി OP വിഭാഗം കാണാൻ സാധിക്കും. മുന്നിലേക്ക് നീങ്ങുമ്പോൾ കാണാൻ സാധിക്കുക പുതുതായി നിലവിൽ വന്ന ഒരു ബ്ലോക്കാണ് ഫിസിക്കൽ മെഡിക്കൽ റീഹാബിറ്റേഷൻ. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്നൊരു ബ്ലോക്കിലേക്കാണ് പിന്നീട് എത്തിച്ചേരുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളുടെ ലഭ്യതയിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം അടങ്ങിയ ഏറ്റവും പുതിയ കാഷ്വാലിറ്റിയും PMSCയും ഒരേ ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത്. OP വിഭാഗമുള്ള കെട്ടിടത്തിനെയും കാഷ്വാലിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം നമുക്ക് കാണാൻ സാധിക്കും. രോഗികൾക്ക് ഏറ്റവും അനായാസം മറ്റെല്ലാ ബ്ലോക്കുകളിലേക്കും എത്തിച്ചേരാൻ സാധിക്കും വിധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്രമീകരണമെന്ന് പറയുന്നത്. നിലവിൽ ആശുപത്രിയിൽ 1183 കിടക്കകളുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം അടങ്ങിയ പുത്തൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വലിയ ഒരു സവിശേഷതയാണ്. 195.93 കോടി ചെലവിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് മാത്രമുള്ള ബ്ലോക്കാണ് 2023 നിർമ്മിതമായിരിക്കുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ, സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ 6 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, 500 കിടക്കകൾ, 19 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 10 തീവ്രപരിചരണ യൂണിറ്റുകൾ, IPD, ഫാക്കൽറ്റി ഏരിയ, CT സ്കാൻ, MRI, ഡിജിറ്റൽ എക്സ്റേ, CCTV സംവിധാനം, ഡേറ്റ സംവിധാനം, PA സിസ്റ്റം, ലിഫ്റ്റുകൾ എന്നീ സംവിധാനങ്ങളോട് കൂടിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് കേരളത്തിലെ അതിപ്രഗത്ഭരായ നിരവധി ഡോക്ടർമാരെ സംഭാവന ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കലാലയ ലോകത്തേക്കാണ്. സിനാപ്സ് എന്ന് വിദ്യാർത്ഥികൾ വിളിപ്പേരിട്ടിരിക്കുന്ന മനോഹരമായൊരു സ്ഥലം പിന്നിട്ടുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിക്കുക. അതിന് തൊട്ടടുത്തായി തന്നെ അഥർവ എന്ന് വിളിപ്പേരുള്ള കാഴ്ചകളുടെ വർണ്ണപ്പകിട്ട് തീർക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളുടെ പൂന്തോട്ടങ്ങളെ പിന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അക്കാദമിക് ബ്ലോക്കിലെ LRC എന്ന് പറയുന്ന കെട്ടിട സമുച്ചയം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് എത്തിച്ചേരുക ലെക്ചർ ടീച്ചർ കോംപ്ലക്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. അവിടെയാണ് MBBS ആദ്യവർഷ വിദ്യാർത്ഥികളായി എത്തുന്നവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു നൽകുന്നത്. ഈ കാണുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ലെക്ചർ ഹാൾ. 250 സീറ്റുള്ള ഈ ക്ലാസ് മുറിയിലെ 200-ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് എന്ന് അഭിമാനത്തോടെ തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇനി കുറച്ച് ഡിപ്പാർട്ട്മെന്റിനെ കൂടി നമുക്ക് പരിചയപ്പെടാം.
ബയോകെമിസ്ട്രി, ഫിസിയോളജി, അനാട്ടമി, ഡിസെക്ഷൻ ഹാൾ ഇതെല്ലാം MBBS പഠന കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ പ്രധാന ഇടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഡിസെക്ഷൻ ഹാൾ. 8 AM to 10 AM വരെയുള്ള തിയറി ക്ലാസ്സിന് ശേഷം 15 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം 10:15 ഞങ്ങൾക്ക് ഡിസെക്ഷൻ സ്റ്റാർട്ട് ചെയ്യല്. ഈ ഡിസെക്ഷൻ ഹാൾ കുറേ ആൾക്കാർക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം ഈ ഇടയ്ക്കിറങ്ങിയ ഓസ്ലർ മൂവിയിൽ ഇവിടുത്തെ ഒരു ബോർഡ് സ്പെഷ്യൽ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. ചികിത്സാ മികവിലും വിദ്യാർത്ഥികൾക്കായുള്ള പഠന ക്രമീകരണങ്ങളിലും മുൻപന്തിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് ഇതിനോടകം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി കലാകായിക രംഗത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ മുൻപന്തിയിൽ തന്നെ. അതിവിപുലമായ സ്റ്റേഡിയം, വോളിബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, മൾട്ടി ജിം തുടങ്ങി MBBS വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിനാവശ്യമായി വേണ്ട എല്ലാവിധ ഘടകങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. ഇനി കലയുടെ കാര്യത്തിലും മുൻപന്തിയിലാണെന്ന് പറയുന്നതിനു പിന്നിൽ ഈ ഓഡിറ്റോറിയം തന്നെയാണ്, അറോറ ഓഡിറ്റോറിയം. MBBSനൊപ്പം വിദ്യാർത്ഥികളുടെ സ്വതസിദ്ധമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റ് മുൻപന്തിയിൽ തന്നെ. അക്കാദമിക് ബ്ലോക്കിനകത്ത് തന്നെ വളരെ മനോഹരമായ ഒരു ഉദ്യാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു ഗാർഡൻ നിലകൊള്ളുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ടാണ്. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ ചർച്ചാ വിഷയമാകാറുണ്ട്. ഇതിനോട് ചേർന്നാണ് കഫറ്റീരിയ. കോഴിക്കോട്ടെ സ്വാദിഷ്ടമായ എല്ലാ സ്പെഷ്യൽ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. കുട്ടികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടമാണ് ഈ കഫറ്റീരിയ. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ CMCയുടെ സ്വന്തം ഗാർഡൻ. നമ്മുടെ CMC 67th ബാച്ച് എന്ന് മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാ ബാച്ചുകാരുടെയും ഏറ്റവും സന്തോഷകരമായ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുറച്ച് പരിഭവങ്ങളും എല്ലാം നമ്മൾ പരസ്പരം പങ്കിടുന്ന ഷെയർ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഗാർഡൻ. ഇതാ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണുക നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ നല്ല രീതിയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇപ്പം നമ്മുടെ ഗാർഡനെ പറ്റിയിട്ട്? നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ വൈകുന്നേരം ഒന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച സമയത്ത് ഒന്ന് കൂടാനും പരസ്പരം സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും കഫേ പോയി ഒരു ചായ കുടിക്കാനും ഒരു റിലാക്സേഷന് നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വൈകിട്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞാലും നമ്മൾ നേരെ വരുന്നത് കഫേയിലോട്ടാണ്. ഗാർഡൻ്റെ സെൻറ്ററിൽ ഒരു കോർണറിലായിട്ട് ഇത് കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വൈകിട്ട് ചായകളും ബാക്കിയെല്ലാം ഭക്ഷണമെല്ലാം അവിടെ നിന്ന് കഴിക്കും. അപ്പം ഗാർഡൻ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് വർത്തമാനം പറയാനും ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം നല്ല ഇതായതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല. ഗാർഡൻ ഇവിടുത്തെ പ്രധാനകരമായ ഒരു ആകർഷണമാണെങ്കിലും ഗാർഡൻ മാത്രമല്ല നമുക്കിവിടെയുള്ളത്. എല്ലാതരം സ്പോർട്സുകൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു കിടിലൻ സ്റ്റേഡിയം കൂടി ഇവിടെയുണ്ട്, നമ്മുടെ സ്വന്തം ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം. പിന്നെ അതുകൂടാതെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഹോസ്റ്റലുകളും എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കഫേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് കോഴിക്കോടിലുള്ള എല്ലാ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസും നമ്മുടെ കഫേയിൽ അവൈലബിൾ ആണ്. നമ്മൾ ക്യാമ്പസിലാണെങ്കിൽ പോലും തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ പോകാൻ നമ്മുടെ ഈ കഫേ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ കൂടെയാണ്. അപ്പോൾ സാധാരണ ഒരു പുറമേയുള്ള ആൾക്കാർക്ക് വരാവുന്ന കുറച്ച് സംശയങ്ങൾ അത് ഞാൻ ഇവരോട് ചോദിക്കാൻ പോവാണ്. സോ ആദ്യം തന്നെയുള്ള സംശയം, എന്താണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്? നമുക്ക് മെയിൻലി 3 സബ്ജക്ട്സ് ആണ്. ഒന്ന് അനാട്ടമി, രണ്ടാമത്തെ ബയോകെമിസ്ട്രി, പിന്നെ ഫിസിയോളജി. ഓക്കെ, ഇത് നിങ്ങൾ +2 റിപ്പീറ്റ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ഇത് +2 പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അനാറ്റമി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പുതിയൊരു സബ്ജക്റ്റാണത്.
ഞങ്ങൾ മെജോറിറ്റി ആൾക്കാർക്കും ടഫസ്റ്റ് ആയിട്ടുള്ളത് അനാറ്റമി തന്നെയാണ്. കാരണം കുറേ പുതിയ ടേംസ് ഒക്കെ അതിനകത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ +2 ഫിസിക്സും കെമിസ്ട്രി എല്ലാം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഫിസിയോളജിയിലായാലും ബയോകെമിസ്ട്രിയിലായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ +2 അതിലധികമായി കുറേ കൂടി നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇയർ തന്നെ. ഓക്കെ, ഇപ്പോൾ എപ്പോഴും പുറത്ത് ഇങ്ങനെ കേൾക്കുന്ന ഒരു പരിപാടിയാണ് വൈറ്റ് കോട്ട് സെറമണി. എന്താണത്? വൈറ്റ് കോട്ട് സെറമണി നമുക്ക് കഴിഞ്ഞു. നമുക്ക് നവംബർ 2-ാം തീയതി ആയിരുന്നു നമ്മുടെ വൈറ്റ് കോട്ട് സെറമണി ഉണ്ടായിരുന്നത്. വൈറ്റ് കോട്ട് സെറമണി നമ്മൾ പാലയിൽ നിൽക്കുന്ന കാലം മുതലേ നമ്മൾ സ്വപ്നതുല്യമായി കാണുന്നൊരു ദിവസമായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ CMC നടത്തി തന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ വളരെ സന്തോഷകരമായിട്ട് ഇവിടെ നിൽക്കുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആസ്പിരൻസിന് തന്നെ വളരെ മോട്ടിവേഷനായിട്ടുള്ളതും ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വൈറ്റ് കോട്ട് സെറമണി. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് ലെക്ചർ ഹാളിലേക്ക് എത്തിയപ്പോൾ ആ അനുഭവം എന്തായിരുന്നു? സ്കൂളിനേക്കാളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ആദ്യത്തെ ക്ലാസ് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്പർ തന്നെ കൂടുതലായിരുന്നു. ഒരു ക്ലാസ്സിൽ 251 സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം കുറേ പേരെ ഇപ്പോഴും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും പരിചയപ്പെടാനുണ്ട്. പിന്നെ ക്ലാസ്സസൊക്കെ നന്നായിട്ട് പോകുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. ബെർലിൻ്റെ ക്യാമ്പസിൽ തന്നെ പഠിച്ച ഒരുപാട് സീനിയേഴ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അവരെ കുറിച്ച് ഒരു വാക്ക്. സീനിയേഴ്സ് നമ്മൾ വിചാരിക്കും ഇവിടെ വന്ന റാഗിങ് ഒക്കെ ആയിരിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല. നമുക്കിവിടെ സീനിയേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ സ്മൂത്തായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഇവിടെ തന്നെ ഒരുപാട് ഗ്രൂപ്പ്സൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അക്കാഡമിക് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പിലൂടെ നമുക്ക് അവർ സ്റ്റഡി റിസോഴ്സും ഒക്കെ തന്നിട്ട് നമ്മുടെ സ്റ്റഡീസ് കൂടുതൽ ഈസി ആക്കുന്നത് അവരാണ്. അപ്പം സീനിയേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ടോട്ടലി. വിദ്യാർത്ഥികളുടെ മെഡിക്കൽ പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ എല്ലാം തന്നെ ലഭ്യമാക്കിക്കൊണ്ടുള്ള വളരെ മികച്ച ഒരു ലൈബ്രറിയും ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകളും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഴ്ചകളെ പരിചയപ്പെടുത്തിയതിനൊടുവിൽ വിദ്യാർത്ഥികളുടെ ഒരുപാട് ഓർമ്മകൾ നിലകൊള്ളുന്ന കോഴിക്കോട്ടെ ബ്രില്യന്റിന്റെ ക്യാമ്പസിലേക്ക് ബ്രില്യന്റിന്റെ ബസ്സിൽ തന്നെ CMCയിലെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥികൾ എത്തുന്നു. പിന്നീട് അവിടെ ഒരു അതിഗംഭീര പെർഫോമൻസിന് തന്നെ ബ്രില്യന്റ് ഫാമിലി സാക്ഷിയാവുകയാണ്. അപ്പം നമ്മുടെ ബ്രില്യൻസിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ കുറേ ഫാക്കൽറ്റി, നമ്മുടെ സാർമാർ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങൾ അറിയാൻ, നമ്മുടെ എക്സ്പീരിയൻസസ് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സാറുമാർ എത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ സാറുമാർ വന്നൊക്കെ ശരിയാണ്, ഇവിടെ വരാത്ത കുറേ സാറുമാരുണ്ട്. അപ്പം നമ്മുടെ ഒന്നും ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും വരണമെന്നില്ല. അപ്പം അവരൊക്കെ റെപ്രസെൻറ്റ് ചെയ്തവർ വന്നിരിക്കുന്നത്. ബ്രില്യൻറ്റിലുള്ള സ്റ്റാഫിനെ മുഴുവൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് അല്ലേ? അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതായിരിക്കും നമ്മുടെ സാറുമാരും പിന്നെ കുറെ കുട്ടികളും കാണാൻ പോണേ. അപ്പൊ നമ്മുടെ ബ്രില്യൻസിൽ നിന്ന് നമ്മളെ കാണാനെത്തിയ സാറുമാരെ നമ്മൾ ഏറെ സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിറഞ്ഞ കയ്യടിയോടുകൂടെ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. അപ്പൊ മൈക്ക് നമുക്ക് അവർക്ക് കൊടുക്കാം, അവരെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. സാർ, എങ്ങനെ തോന്നുന്നു നമ്മുടെ മെഡിക്കൽ കോളേജിൽ വന്നിട്ട്? കോഴിക്കോട് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാ. ഇനി ബാക്കി സാറുമാരെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഞങ്ങളുടെ യങ് ആൻഡ് ഡൈനാമിക് ശ്യാം സാർ. ഓക്കെ, എൻ്റെ വീടും കോഴിക്കോട് തന്നെയാണ്. മലപ്പുറത്താരെങ്കിലും ഉണ്ടോ? മലപ്പുറം ഉണ്ടല്ലേ. ഞാനും മലപ്പുറത്താണ് വരുന്നത് കേട്ടോ. മലപ്പുറത്തുകാരനാണ്. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് എന്നാണ് പേര്. ബ്രില്യൻറ്റിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടതിൽ സന്തോഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്രയും അധികം ബ്രില്യൻ സ്റ്റുഡൻസ് ഉണ്ടെന്ന് ജസ്റ്റിസ് സാർ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. 250 പേരിൽ 206 പേര് ബ്രില്യൻറ്റിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടതിൽ ഭയങ്കര സന്തോഷം. ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റി ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നതിൽ അതിലുപരിയായിട്ട് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ മെഡിക്കൽ ഓൺലൈൻ കോഴ്സിൻ്റെ കോർഡിനേറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര നിങ്ങളുടെ മെഡിക്കൽ കോളേജ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നത്. കോഴിക്കോടേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ശരിക്കും വരുന്നത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഫസ്റ്റ് റാങ്ക് വന്ന സമയത്ത് ആര്യനെ കാണാനായിട്ടാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ്. ടെൻഷൻ അടിച്ച നിങ്ങൾ എന്ന് പറയുന്നൊരു സെക്ഷനെ ഞങ്ങൾ പാലായി കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡ്രീം അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഓൾറെഡി നേടിയെടുത്തവരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും വലിയ സന്തോഷം. എൻ്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ കെമിസ്ട്രിയാണ് എടുക്കുന്നത്. കുറച്ച് പേർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ 1-2 പേരെ ഞാനിവിടെ കണ്ടു, അവരൊന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എവിടെ പഠിക്കണം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത്, കൂടുതൽ പേരും പറയുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും കാലിക്കറ്റ് മെഡിക്കൽ കോളേജാണ്.
അപ്പോൾ ഈ പരിപാടി അവർ കാണുമ്പോൾ അവർക്കതൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം സാർമാർ ആദ്യം നമുക്കൊരു താങ്ക് യു പറയാം ഇവിടെ വന്ന് സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഗെയിം സെഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എല്ലാവരും കാണാറുണ്ട് നമ്മുടെ ബ്രില്യൻസിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ അത് എപ്പോഴും ഒരു ക്ലീഷേ രീതിയിലാണ് നടന്നു പോകാറുള്ളത്. സ്വന്തമായിട്ട് നിന്ന് നമ്മളിപ്പോൾ പരിപാടി തുടങ്ങുന്ന ഒരു ഗെയിം വെച്ചിട്ടാണ്, സിംപിളി ഒരു ഗെയിം വെച്ചിട്ട്. അപ്പോൾ ഗെയിമിന് വോളണ്ടിയർ ചെയ്യുന്ന ഒരു 3 ആൾക്കാരെ നമുക്ക് വേണം. ഓക്കെ, ഗെയിം നമ്മൾ പറയാം. നിങ്ങൾക്കിപ്പോൾ 3 പേർക്കും ഓരോ ബലൂൺ വീതം തരും. ഓക്കെ, അപ്പോൾ ആ ബലൂൺ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ വെച്ച് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ, അത് റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കാം, ഹോസ്റ്റലിൽ റാൻഡമായിട്ട് കണ്ടുപരിച്ചുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ ബ്രില്യൻറ്റിൽ വെച്ച് പരിചയം ഡിസ്കഷനിൽ കണ്ടവരായിരിക്കാം, അങ്ങനെ എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള ഒരാളുടെ പേര് നിങ്ങൾ പറയണം. ഇവിടെ വന്നിട്ടുള്ളവരല്ല, ബ്രില്യൻറ്റിൽ തന്നെ എങ്ങനെയെങ്കിലും പരിചയമുള്ള ആൾക്കാരെ വിളിക്കുക. അപ്പോൾ അവർ എത്രയും വേഗം നിങ്ങൾ ഇവിടേക്ക് വരിക. അതിനുള്ളിൽ നിങ്ങൾ തന്നിരിക്കുന്ന ബലൂൺ വീർപ്പിക്കണം, കേട്ടണം. ഓക്കെ, എന്നിട്ട് വരുന്ന ആള് അത് കാലുകൊണ്ട് ചവിട്ടി പൊട്ടിക്കണം. ഓക്കെ, മനസ്സിലായോ? ഗെയിം മനസ്സിലായില്ല? അവർ ആരെ വിളിക്കും ഞങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? നിങ്ങൾക്കും ക്ലിയർ ആയല്ലോ? അപ്പൊ ആരെ വിളിക്കുന്നോ അവര് വേഗം വരിക. അപ്പൊ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ടീം 5 പേരായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന ടീമുകാര് ജയിക്കും. അതാണ് നമ്മുടെ ഈ കളി. ഓക്കെ, ആര്യ അറസ്, ആയിഷ സാനിയ, ഹിബ ക്രിസ്റ്റീന, ജാസ്മിൻ കെ, ലിക്സ, ഫാത്തിമ EA ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് കഴിഞ്ഞ ആൾക്കാർ മാറി നിൽക്കുക. ശിശിർ, ആൻമേരി. ഓക്കെ, ഇനി ജാസ്മിൻ നെക്സ്റ്റ് ആണ്. വിവേക് ജോഷി. ഓക്കെ, വിവേകിനാണ് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിൻ, ശ്രീഹിത VT, റീമിറാസ്, ശ്രീഹിത, വിവേക് ജോഷി. യെസ്, ഹിബയുടെ ടീമാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മുടെ ഈ ഗെയിമിന്റെ മെയിൻ പർപ്പസ് ഇതൊന്നും ആയിരുന്നില്ല. ഇവരിപ്പോ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ലൈക് ബ്രില്യൻസിൽ അവർ എങ്ങനെ അറിഞ്ഞിരുന്നു എന്നാണ്. നമുക്കിപ്പോ ഓരോ എൻവലപ്പ് അവർക്ക് കൊടുക്കാം. ഇനി എൻവലപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് 3 പേപ്പേഴ്സ് ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത് വേഗം ഒരു ആ വേർഡ് എന്താന്ന് മനസ്സിലാക്കി അങ്ങനെ അറേഞ്ച് ആയിട്ട് നിൽക്കാം. ലെറ്റേഴ്സ് നോക്കിയിട്ട്. ജംബിൾഡ് വേർഡ്സ് ആണ്, അതൊന്ന് അറേഞ്ച് ചെയ്യാത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ വേർഡ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോ ബ്രില്യൻറ്റ് ആയിരുന്നു നമ്മുടെ ജംബിൾഡ് ലെറ്റേഴ്സിൽ ഒളിഞ്ഞിരുന്ന വാക്ക്. ഇനി നമുക്ക് കണക്ഷൻ അറിയണം. നിങ്ങൾ വിളിച്ച ആൾക്കാരെ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു നമുക്ക് അറിയണം. That was a much awaited part. എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയം അത് നമുക്കറിയണം. സോ നമുക്ക് ആദ്യം തന്നെ ദാസ് എന്റെ ടീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാസ് വിളിച്ചത് ആര്യനെ ആയിരുന്നു. അപ്പം ആര്യനെ എങ്ങനെയാണ് ദാസിന് പരിചയം? ദെൻ ആര്യക്ക് മൈക്ക് കൊടുക്കും. ആര്യ അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പോകും. അതെ, ദാസ് ഒരു കാര്യം കൂടെ പറയണം. ആര്യനെ കണ്ടപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിൽ വെച്ച വല്ല ഇമേജ് ഉണ്ടോ, ഇവിടെ വന്ന പിന്നെ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ വല്ല ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും പറയാം. അല്ല, ഞാൻ ബ്രില്യൻറ്റിൽ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ബാച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ വെച്ചിട്ടാണ് ആര്യനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരേ ബാച്ചായിരുന്നു. ആര്യ അറസിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഓൺലൈൻ ആയിരുന്നല്ലോ. റാങ്ക് ലിസ്റ്റിൽ വെച്ച് കണ്ടു പരിചയമാണ്. അത്ര പരിചയമുള്ളൂ. അപ്പോ ദാസ് കണക്ഷൻ പറഞ്ഞു. ഇനി ആര്യ വന്നിട്ട് നെക്സ്റ്റ് ആൾ എന്താന്ന് പറയാം. ഫാത്തിമേൻ്റെ പേര് വിളിക്കാൻ കാരണം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ സ്റ്റഡി ഹാളിൽ നിന്നൊക്കെ നല്ല ഫ്രണ്ട്സാണ് ഫാത്തിമ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഹലോ, ഞാൻ റീമിനെയാണ് വിളിച്ചത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം എഴുതിയ എല്ലാവർക്കും ഞാൻ എന്തുകൊണ്ടാണ് റീമിനെ വിളിച്ചതെന്ന് അറിയുണ്ടാവും. ഫസ്റ്റ് ഒരു സീരീസ് ഓഫ് എക്സാമിനേഷനിൽ ടോപ്പ് വന്നത് റീമായിരുന്നു. പിന്നെ നമുക്ക്
റീം ഫസ്റ്റ് വരാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് മാർക്ക് കുറയുന്നതിനേക്കാളും വിഷമം റീമിന് മാർക്ക് കുറയുന്നതിലായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ് കാരണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഞാൻ ചൂസ് ചെയ്തത് ജാസ്മിൻ ജോസഫിനെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഹോസ്റ്റലിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എമറാൾഡിലായിരുന്നു. ഇവിടെ എമറാൾഡുകാരല്ലേ? അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫ്ലോറിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പരിചയം. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കാണലുണ്ട്. അങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടീം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോവാം. ഞാൻ വിളിച്ചത് സാനേനാണ്. ഐ മെറ്റ് ഹെർ 1 week ബിഫോർ ദ നീറ്റ് എക്സാം. സോ അവള് എന്നോട് എന്തോ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അങ്ങനെയാണ് അവളുടെ കൂടെ ഫ്രണ്ട്സ് ആയത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ യൂസ് ടു സിറ്റ് ബിഹൈൻഡ് ഹെർ ആൻഡ് കൈൻഡ് ഓഫ് ഇറിറ്റേറ്റ് ഹെർ ബൈ ആസ്കിങ് സ്റ്റഫ്. ദാറ്റ്സ് ഹൗ ഐ ഡെവലപ്ഡ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹെർ. ഞാൻ വിളിച്ചത് ജാസ്മിൻ കെനെയാണ്. അപ്പം ബ്രില്യൻ്റ് തുടങ്ങി ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് നമ്മൾ കണ്ടത്. ആക്ച്വലി എൻ്റെ ഫ്ലാറ്റ്മേറ്റ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ എന്താന്ന് വെച്ചാൽ അവൾ വന്ന ദിവസം അവൾക്കൊരു ചോക്ലേറ്റ് ഓഫർ ചെയ്തു, ഫെററോ റോച്ചർ ഓഫർ ചെയ്തു. ആൻഡ് ഷി വാസ് ലൈക്ക്, ഐ ഡോണ്ട് ഈറ്റ് ചോക്ലേറ്റ്, സോറി. ബട്ട് ഷീ കെപ്റ്റ് ദ ചോക്ലേറ്റ് ഫോർ 3 months ആൻഡ് ദെൻ ഷീ ഏറ്റ് ആഫ്റ്റർ 3 months. എവൻച്വലി നമ്മൾ നല്ല ഫ്രണ്ട്സായി, ഒരേ ഫ്ലാറ്റായിരുന്നു. എമോഷണൽ സപ്പോർട്ട്, ഗോയിങ് ടു ദ മെസ് ടുഗെദർ, ഷെയറിങ് ക്ലോത്ത്സ്, ഹെഡ് മസാജസ്, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. ഗൈസ്, ഞാൻ അമ്മനെയാണ് വിളിച്ചത്. ഞാനും അമ്മനും സെയിം ഹോസ്റ്റലിലായിരുന്നു 1 year. ഞാൻ അഭിനന്ദിനാണ് വിളിച്ചത്. ഞാനും അഭിനന്ദും ഒരേ റൂമിലായിരുന്നു, ഒരേ ക്ലാസ്സിലായിരുന്നു, ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. ഏത് ഹോസ്റ്റലായിരുന്നു? ഹോസ്റ്റൽ S2 നടക്കൽ. ഞാൻ വിളിച്ചത് ഹിബേനയാണ്. ഞങ്ങൾ സെയിം ഹോസ്റ്റലിലായിരുന്നു, മാരിഗോൾഡ് ആയിരുന്നു. അപ്പോൾ രാവിലെ പഠിക്കാൻ എണീക്കുമ്പോഴൊക്കെ ഞാനാണ് അവളെ എണീപ്പിക്കണതൊക്കെ. അങ്ങനെ അവളെ പരിചയം മാത്രം. ഞാൻ എണീക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സിനൊക്കെ എന്നെ വിളിച്ച് മടുത്തു. പിന്നെ അവൾക്ക് ഭയങ്കര പേഷ്യൻസ് ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ഫ്ലോർ ആയതുകൊണ്ട് കുറേ ദൂരെയാണ്. പക്ഷേ അവളോട് ഞാൻ പോയി പറഞ്ഞു എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ ഒരു ദിവസം അറിയാണ്ട് എന്തോ എനിച്ചപ്പോൾ ഞാൻ അവളെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കണം നാളെ മുതൽ. അങ്ങനെ ലൈക്ക് രാവിലെ എല്ലാ ദിവസവും എനിക്ക് അങ്ങനെയാണ് അവളുമായിട്ട് ഞാനും അവളും കമ്പനി ആയത്. പിന്നെ ഞാൻ വിളിച്ചത് ലിക്സേനെയാണ്. ലിക്സേനെ ഞങ്ങൾ പിന്നെ ആൻമേരി, ഞാൻ, ലിക്സ, ശ്രീഹിത, അൽമാസ്, മീനാക്ഷി, ഇനി ഉണ്ടോയെന്ന് അറിയില്ല, ഒക്കെ മാരിഗോൾഡാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത് എല്ലാവരും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾ സ്റ്റഡി ഹാളിലൊക്കെ പോകുമ്പോൾ ലിക്സയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് പരിചയമുണ്ട്, എല്ലായിടത്തും പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. എനിക്കറിയാവുന്ന ശ്രീഹിതനെയാണ്. ഞങ്ങൾ സെയിം ക്ലാസ് ആയിരുന്നു, സെയിം ഹോസ്റ്റലായിരുന്നു, സെയിം ബെഞ്ചായിരുന്നു, എല്ലാം ഒരുമിച്ചായിരുന്നു. ശ്രീഹിത അന്ന് S7ന്റെ സ്പന്ദനായിരുന്നു, ഇപ്പോൾ CMCയുടെ സ്പന്ദനമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു, 3ാമത്തെ നിലയായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോർ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ശ്രീയോടായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പരിചയമുള്ളത് അൽമാസിനാണ്. ഞങ്ങൾ ആക്ച്വലി പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ ബ്രില്യൻറ്റിൽ വെജുകാർക്ക് സെപ്പറേറ്റ് ഫുഡായിരുന്നു. അപ്പോൾ അവരെ ആദ്യം വിടുമായിരുന്നു, മറ്റുള്ളവർ കഴിക്കുന്നതിനേക്കാളും മുന്നേ വിടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ലിക്സയുടെ ഫ്ലോർ അൽമാസും. അപ്പോൾ ലിക്സ വഴിയാണ് ആക്ച്വലി എനിക്ക് അൽമാസിനെ പരിചയം. പിന്നെ ഞങ്ങൾ മെസ്സിലേക്ക് ഒരുമിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ടതാ. മെസ് ബഡീസ് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അൽമാസിനെ എനിക്ക് പരിചയം. എനിക്ക് ബ്രില്യൻ്റ് എന്ന് അറിയണത് മീനാക്ഷിനെയാണ്. മീനാക്ഷി എൻ്റെ അപ്പുറത്തെ റൂമിലായിരുന്നു, എൻ്റെ സെയിം ക്ലാസ് ആയിരുന്നു, ചങ്കായിരുന്നു. ഇവിടെ ഇപ്പം ചങ്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കുറേ ക്യൂട്ട് അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ളൊരു ചെയിൻ ഓഫ് ലൈക്ക് ഇത് കണ്ടു. ഇതെല്ലാം ബ്രില്യൻസ് വഴി വന്ന ഫ്രണ്ട്ഷിപ്സ് ആണ്. ഇപ്പോഴും ഇവരിവിടെ വന്നിട്ട് നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പം ഈ രീതിയിൽ നമ്മൾ ലൈക്ക് എന്താ പറയുക, ബ്രില്യൻസിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത്. എല്ലാവർക്കും നല്ല നല്ല മെമ്മറീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എവ്ലിനോട് ചോദിക്കട്ടെ, എവ്ലിൻ ആരെയാ പരിചയം ഉണ്ടായിട്ടില്ല? അവിടെ ഉള്ള ഒരാളെ പരിചയം പറയൂ. എനിക്ക് ആക്ച്വലി എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടിയാണ് ഇവിടെ ഉള്ളൂ, അഞ്ജലി സുധീറാണ്. ആള് മാത്രമാണ് എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കുറേ പേരെ കാണാറുണ്ട്. പിന്നെ എൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു ഞാൻ, R22 ആയിരുന്നു D ബ്ലോക്കിൽ. അപ്പം R23 അതുല്യ രഞ്ജിത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു, ലൈക്ക് എപ്പോഴും റാങ്ക് ലിസ്റ്റ് ടോപ്പ് ആയിരുന്നു. അപ്പം സർപ്രൈസ് ആയിട്ട് എനിക്ക് ലൈക്ക് എൻ്റെ റൂംമേറ്റ് ആയിട്ട് വന്നപ്പോഴും അതുല്യ രഞ്ജിത്ത് തന്നെയായിരുന്നു എൻ്റെ റൂംമേറ്റ്. അപ്പോൾ എനിക്ക് അങ്ങനെ അതുല്യേനെ അറിയാം. പിന്നെ അഞ്ജലി സുധീർ, ഇവർ രണ്ടുപേരായിരുന്നു എനിക്ക് നേരത്തെ അറിയാവുന്നത്. വേറെ ആരും എനിക്ക് അങ്ങനെ അറിയില്ല. അർച്ചനയോട് ചോദിക്കുകയാണെങ്കിലോ? ഓക്കെ, എനിക്ക് പരിചയമുള്ളതെന്ന് പറയുമ്പോൾ
എനിക്ക് എമറാൾഡിലെ കുറേ ആൾക്കാരെ പരിചയമുണ്ട്. പിന്നെ ഞാൻ പരിചയപ്പെട്ടുള്ള വേറൊരാൾ റാങ്ക് ലിസ്റ്റ് വഴി താനിയ ജാസ്മിൻ ആണ്. താനിയ T43 ആയിരുന്നു, എൻ്റെ ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരു പരിചയമില്ല, പക്ഷെ റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോൾ T43 ആളുണ്ടോ, എനിക്ക് റാങ്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഉണ്ടോന്നെങ്കിലും അറിയണമല്ലോ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരുള്ളതെന്ന് അറിയാൻ എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്യും. നമ്മുടെ ക്ലാസ്സിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ T43 എനിക്ക് തോന്നുന്നു അർച്ചന P T43 ആയിരുന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ താനിയാണ് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടതാണ്. കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് താനിയെ അറിയാമായിരുന്നു. നോബിൻ ക്ലാസ് ടീച്ചർ വിളിക്കുമ്പോൾ ഞാൻ താനിയെ പറ്റി വരെ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കലാപരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാച്ച് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്നൊന്നായിട്ട് പയ്യെ തുടങ്ങാം. ചില്ലുറാന്തൽ വിളക്കേ ചിരിനീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണിച്ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ കിന്നരിക്കാനടുക്കേ ഉലയും പതുക്കേ പുതുവെള്ളിക്കൊലുസിട്ടെൻ്റെ മനസ്സിലെത്തും ഉഷസേ തെന്നൽ ചിലമ്പുമായി എന്നെ തൊടുന്നുവോ മുന്നേ വരാത്തൊരീ മിന്നും കിനാവുകൾ കണ്ണു ചിമ്മും വസന്തകാലമേ ഒന്നു നിന്നെ പുണർന്നിടാമിനി ചില്ലുറാന്തൽ വിളക്കേ ചിരിനീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണിച്ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ കിന്നരിക്കാനടുക്കേ ഉലയും പതുക്കേ പുതുവെള്ളിക്കൊലുസിട്ടെൻ്റെ മനസ്സിലെത്തും ഉഷസേ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് I found love for me. Darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. देखो देखो कैसे बातें यहाँ की है साथ पर है साथ ना भी क्या इतनी ना आसान है देखो देखो जैसे मेरे इरादे वैसे कहा तेरे यहाँ थे कितनी नादान मैं मेरे हुस्न के अलावा कभी दिल भी मांग लो ना है पल में मैं पिघल जाऊँगा अब ऐसा ना करो कि दिल जुड़ ना पाए वापस तेरी बातों से बिखर जाऊँगा लड़के और लड़के कहाँ से आया है रे तू काला है शक्ल से अकल का मारा है रे तू हाँ चल गई मेरी बातों से तू चल गई हाँ खल गई तुझे खल गई तेरी बेपरवाही खल गई ओ तरवा तू
கேளுடா ஊரெல்லாம் விசிலு பறக்குதடா இது குத்தாட்டோ ராக்காட்டோ நீ கேளுடா ராக்குனா அங்க வெயிட்டுடா குத்துனா இங்க கெத்துடா ரெண்டுமே கலந்தா மாசுடா சே டோ ரே மீ ஃபா சோலாட்டிடோ ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 ये भी न जाने वो भी न जाने नैनों के रंग नैना जाने मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग जग की कोई रीत न जाने मैं तो बस तेरी ओ मखना उड़ाई गरबार मेरा मखना वे मखना तू ही है संसार मेरा मखना वे मखना ये पागल सा है प्यार मेरा मखना वे मखना मैं छुड़ाई घर बार मेरा मखना பூக்கள் பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லை அது விழுந்தால் பகலும் முடியவில்லை பூந்தளிரே മാനിനഗര തങ്കാട്ടി മതും മലതണ്ട് മാനിനഗര തങ്കാട്ടി മതും മലതണ്ട് കിണ്ണ
சத்தியமா நீ எனக்கு தேவையே இல்ல 10 நாளா சரக்கடிச்ச போதையே இல்ல உலகம் புரிஞ்சு ட்ரௌசர் கிழிஞ்சு இனி பிச்சுக்கிற என்கிட்ட தான் ஒன்னும் இல்ல சத்தியமா நீ எனக்கு தேவையே இல்ல 10 நாளா சரக்கடிச்ச போதையே இல்ல உலகம் புரிஞ்சு ட்ரௌசர் கிழிஞ்சு இனி பிச்சுக்கிற என்கிட்ட தான் ஒன்னும் இல்ல செத்தா சங்கு இருக்கு பாக்கெட்டுல தம் இருக்கு உசுர விட என்ன இருக்கு டென்ஷன் ஆவாத கீழே மண் இருக்கு வானத்துல சன் இருக்கு இன்னைக்குதான் முக்கியம் அழுது சாவாத சூரன் படையுட செம்மட கொட்டி கோலம் துள்ளும் தாளம் வீரன் படையுட வன்முடி ஏற்றி கொட்டி கேருந்தாளம் இது புள்ளன் துள்ளி குந்தி மேலே காவடி ஏந்தும் மேளம் உள்ளவரி கரையத்தும் தக்கிடி தக்கிலடி மேளம் இது வாமன வேலே சூரியன் உதிக்கும் புலரி கடலின் மெல்லி தேரே காடும் மலையும் குழியும் கடந்து கேடி வெல்வது வள்ளி தேராணி வேல் முருகா ஹரோ ஹரா வேலாயுதா ஹரோ ஹரா வேல் முருகா ஹரோ ஹரா வேலாயுதா ஹரோ ஹரா சூரன் படையுட செம்பட கொட்டி கோலம் துள்ளும் தாளம் வீரன் படையுட வன்முடி ஏற்றி கொட்டி கேரும் தாளம் இது புள்ளன் சொல்லி குந்தின் மேலே காவடி என்றும் மேளம் இந்தக்கரை உள்ளவன் இக்கரை எத்தும் தக்கிடி தக்கிலடி மேளம் മറന്നിടാത്ത കൊതികളാണോർമ്മകൾ കിനിഞ്ഞിടുന്നു നെഞ്ചിലാസ്വാദുകൾ തരാതെ പോയതും പരാതിയായതും കോഴിക്കോടെന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരിക വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ്. സ്വാദിഷ്ടമായ സ്നേഹവിരുന്ന് നൽകി തന്നെയാണ് കോഴിക്കോട്ടെ വിദ്യാർത്ഥികളെയും ബ്രില്യന്റ് യാത്രയാക്കിയത്. എല്ലാ കാലവും വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്ന ബ്രില്യന്റ് ടീമിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സായം സന്ധ്യ തന്നെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയത്. ഒരുപാട് അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ പുത്തൻ പ്രതീക്ഷകളോടെയെല്ലാം വിദ്യാർത്ഥികൾ അവരുടെ MBBS കലാലയ ജീവിതത്തിലേക്ക് മടങ്ങി. മറന്നിടാത്ത കൊതികളാണോർമ്മകൾ കിനിഞ്ഞിടുന്നു നെഞ്ചിലാസ്വാദുകൾ തരാതെ പോയതും പരാതിയായതും എല്ലാ കാലവും വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്ന ബ്രില്യന്റ് ടീമിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സായം സന്ധ്യ തന്നെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയത്. ഒരുപാട് അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ പുത്തൻ പ്രതീക്ഷകളോടെയെല്ലാം വിദ്യാർത്ഥികൾ അവരുടെ MBBS കലാലയ ജീവിതത്തിലേക്ക് മടങ്ങി. പൊൻതാരമേ രാവിൽ നീ മറഞ്ഞുവോ ആകാശമേ പുലരുളി ദൂരെയോ പൊൻതാരമേ രാവിൽ നീ മറഞ്ഞുവോ ആകാശമേ